ഗുഡ് ഈവനിങ് വിജയകുമാർ. നമ്മൾ മോഹൻലാൽ ആ സിനിമയിൽ പറഞ്ഞതുപോലെ ഇതുവരെ കണ്ടതെല്ലാം പോയി, ഇനി കാണാനിരിക്കുന്നത് നിജം. അപ്പോൾ അങ്ങനെ അംഗം കുറിച്ചിരിക്കുകയാണ്. ഇന്നേക്ക് 41-ാം ദിവസം വോട്ടെടുപ്പ്. ഒരു മണ്ഡലകാലമാണ് കൃത്യം പറയാനുള്ളത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു നമ്മൾ പണ്ടത്തെ ഈ കടത്തനാടൻ ശൈലിയിൽ പറയുകയാണെങ്കിൽ ഇന്നേക്ക് 41-ാം ദിനം കളി പരമ്പര ദൈവങ്ങളാണ്, ലോകനാർക്കാവിലമ്മയാണ്, അംഗം കുറിച്ചിരിക്കും. അതെ, ഇനിയാണ് യഥാർത്ഥ യുദ്ധം. ഈ ഒരു പ്രത്യേക തീയതി നിശ്ചയിച്ച് അതിലേക്ക് ഫോക്കസ് ചെയ്തുള്ള ഒരു പോരാട്ടമായിരിക്കും. അതെ 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 അതെ. അപ്പോൾ പോര് കഴിഞ്ഞാൽ വീണ്ടും കാത്തിരിക്കണം ഫലം അറിയാൻ മറ്റൊരു 39 ദിവസം കൂടി. അത് എനിക്ക് തോന്നുന്നു എല്ലാ ഇലക്ഷൻ കാലത്തും മലയാളിയുടെ ഒരു വിധിയാണത്, അല്ലേ? നമ്മൾ 2ാം ഘട്ടത്തിലോ 1ാം ഘട്ടത്തിലോ വോട്ട് ചെയ്യും, പിന്നെ നീണ്ട കാത്തിരിപ്പാണ്. പിന്നെ നമ്മൾ സാധാരണ ജീവിതമൊക്കെ നടത്തി അങ്ങനെ മുന്നോട്ട് പോയി. ഒരു മാസം കഴിയുമ്പോൾ അധികം ഉണ്ടല്ലേ? 39 ദിവസം എന്ന് പറയുമ്പോൾ നമ്മുടെ വോട്ടെടുപ്പ് കഴിഞ്ഞ് ജൂൺ 4 എന്ന് പറയുമ്പോൾ, അല്ലെ? ജൂൺ 4-ാം തീയതിയാണ്. 39 ദിവസം കഴിഞ്ഞാണ്, ഒരു ചൊവ്വാഴ്ച ദിനത്തിലാണ് ആ വിധി നമ്മൾ അറിയുക. അതെ, കേരളത്തിലെ സ്കൂളുകളൊക്കെ തുറന്നു വരുന്നതിന് പിന്നാലെയാണ് രാജ്യത്തിന്റെ പുതിയ ഭരണകർത്താക്കളുടെ പ്രവേശനോത്സവം നടക്കുന്നത്. കേരളത്തിൽ ഇനി ശരിക്കും എന്ന് വെച്ചാൽ ശരിക്കും സമയം ബാക്കിയില്ല എന്ന് പറയാം. ഇന്നേക്ക് 10-ാം ദിവസം വിജ്ഞാപനം ഇറങ്ങും. ഇതാ നമ്മൾ തുടങ്ങുകയായി ശരിക്കുള്ള ഇലക്ഷൻ സ്റ്റണ്ട്. വിജയകുമാർ, കാണ്ടയിൽ ഇരട്ടി കാണാൻ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഇതുവരെ കണ്ടതൊന്നുമല്ല കാഴ്ച, ഇനി വരാൻ പോകുന്നതാണ് യഥാർത്ഥ കാഴ്ച. നല്ല ചൂടുള്ള വാർത്തകളിലേക്കാണ്. കാണാം ഇലക്ഷൻ ഹോട്ട്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മഹോത്സവത്തിന് നാൾ കുറിച്ചു. 7 ഘട്ടങ്ങളിലായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്ത് നടക്കാൻ പോകുന്നത്. 2ാം ഘട്ടത്തിൽ ഏപ്രിൽ 26-ന് കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ വിധിയെഴുത്ത്. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, അരുണാചൽ പ്രദേശ്, സിക്കിം എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിച്ചു. എന്തായാലും ഇലക്ഷൻ പ്രഖ്യാപനത്തിന് മുൻപേ മുന്നണികൾ അംഗക്കളത്തിൽ നേരത്തെ പോരാളികളെ ഇറക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 40 ദിവസങ്ങൾ തീപാറുന്ന പ്രചാരണങ്ങളുടേതാകുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. വോട്ടെടുപ്പ് കഴിഞ്ഞ് ഒരു മാസം കാത്തിരുന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ജൂൺ 4-ാം തീയതി ഫലപ്രഖ്യാപനം. രാജ്യത്തിന്റെ ഭാഗതയെ നിശ്ചയിക്കാനുള്ള വോട്ടെടുപ്പിനൊരുങ്ങുകയാണ് 96.8 കോടി വോട്ടർമാർ. കേന്ദ്രഭരണം നിലനിർത്താനും പിടിച്ചെടുക്കാനുമുള്ള കടുത്ത പോരാട്ടത്തിൽ ആരു വാഴും ആരു വീഴുമെന്നറിയാൻ കാത്തിരിക്കേണ്ടത് ഇനി 80 ദിവസങ്ങൾ. വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങൾക്കാണ് ഇനി രാജ്യം സാക്ഷ്യം വഹിക്കുക. फेज 1 में 21 राज्य पोलिंग में जाएंगे और फेज 2 में उसमें से और राज्य जुड़ जाएंगे. കേരളം, അരുണാചൽ പ്രദേശ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ദമൻ ദിയു, ഡൽഹി, ഗോവ, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, ലക്ഷദ്വീപ്, ലഡാക്ക്, മിസോറാം, മേഘാലയ, നാഗാലാൻഡ്, പുതുച്ചേരി, സിക്കിം, തമിഴ്നാട്, പഞ്ചാബ്, തെലങ്കാന, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ ഒറ്റഘട്ടമായിട്ടാണ് തിരഞ്ഞെടുപ്പ്. കർണാടക, രാജസ്ഥാൻ, ത്രിപുര, മണിപ്പൂർ എന്നിവിടങ്ങളിൽ 2 ഘട്ടം. ഛത്തീസ്ഗഡ്, അസം എന്നീ സംസ്ഥാനങ്ങളിൽ 3 ഘട്ടം. ഒഡീഷ, മധ്യപ്രദേശ്, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ 4 ഘട്ടമായിട്ടായിരിക്കും തിരഞ്ഞെടുപ്പ്. ജമ്മുകശ്മീർ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ 5 ഘട്ടമായി തിരഞ്ഞെടുപ്പ് നടക്കും. ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ 7 ഘട്ടം. 4th फेज में 18 अप्रैल को गजट नोटिफिकेशन होगा और डेट ऑफ पोलिंग वुड बी 13th of May. Date of counting in the entire country would be 4th of June for all by-elections, for the assembly elections, for the parliamentary elections. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 2ാം ഘട്ടത്തിലാണ് കേരളത്തിലെ വോട്ടെടുപ്പ്. 2019-ൽ 20-ൽ 19 നേടിയ UDF ഇക്കുറി ലക്ഷ്യമിടുന്നത് 20-ൽ 20 ആണ്. മികച്ച വിജയം LDF ലക്ഷ്യമിടുമ്പോൾ അക്കൗണ്ട് തുറക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് NDA. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളും ഏപ്രിൽ 26-ന് പോളിംഗ് ബൂത്തിലെത്തും. മാർച്ച് 28-നാണ് വിജ്ഞാപനമിറക്കുക. ഏപ്രിൽ 4 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം. ഏപ്രിൽ 5-ന് സൂക്ഷ്മ പരിശോധന. ഏപ്രിൽ 8-നാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ മുന്നണികളും പ്രചാരണം ശക്തമാക്കി കഴിഞ്ഞു. പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി രംഗത്തെത്തി. കേരളത്തിന്റെ ശബ്ദം പാർലമെന്റിൽ വേണ്ട തോതിൽ മുഴങ്ങിയില്ല എന്നതാണ്. ഇടതുമുന്നണിയും BJPയും തമ്മിലാണ് മത്സരമെന്ന LDF കൺവീനറുടെ പ്രസ്താവനയാണ് കോൺഗ്രസിന്റെ ആയുധം. CPM നേതാക്കൾ ഇപ്പോൾ BJPയുമായി ബിസിനസ് പാർട്ണർഷിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ LDF കൺവീനർ വന്ന് പറയുന്നത് BJPയുടെ സ്ഥാനാർത്ഥികൾ നല്ല സ്ഥാനാർത്ഥികളാണ്. ഒരുപാട് പേര് 2ാം സ്ഥാനത്ത് വരും. BJPക്ക് കേരളത്തിൽ ഇല്ലാത്ത സ്പേസ്
CPM നേതാക്കൾ ഉണ്ടാക്കി കൊടുക്കുന്നത് പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ്. തെരഞ്ഞെടുപ്പ് നേരിടാൻ സജ്ജമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. പൗരത്വ നിയമ ഭേദഗതി ചർച്ചയാക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ അജണ്ടയെന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ. BJP നേട്ടം കൈവരിക്കും, നേട്ടം ഉണ്ടാക്കും എന്ന് പ്രതിപക്ഷത്തിനും അറിയാം, കോൺഗ്രസിനറിയാം. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസും CPM-ഉം ചേർന്നിട്ടുള്ള ഇന്ത്യ മുന്നണിയുടെ അജണ്ടയാണ് ഈ പൗരത്വ നിയമം ചർച്ചയാക്കുക. 2019 മൂന്നാം ഘട്ടമായ ഏപ്രിൽ 23-നായിരുന്നു കേരളത്തിലെ വോട്ടെടുപ്പ്. ഇനി തീപാറുന്ന പ്രചാരണത്തിന്റെ ദിനരാത്രങ്ങൾ. ഇലക്ഷൻ ഡെസ്ക് 24. അപ്പോൾ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും മാത്രമല്ല മാധ്യമങ്ങളും അല്ലേ, ഇനിയുള്ള ദിവസങ്ങൾ ശരിക്കും പറഞ്ഞ മാധ്യമപ്രവർത്തകരുടെ കൂടിയാണ്. അതെ അതെ, എനിക്കത് പ്രജനൊരു ഒരു ആശങ്കയുള്ളത് എന്ന് വെച്ചാൽ ഈ 41 ദിവസമുണ്ട്, അതിൽ പ്രചാരണത്തിന് എന്തായാലും ഒരു 10-38 ദിവസം മാറ്റിവെക്കണം. ഇത്രയും ദിവസം ഈ കേരളത്തിലെ കടുത്ത ചൂടാണ്. ഇന്ന് പല ജില്ലകളിലും 39-ന് മേലെ 40-ന് മേലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 എന്നൊക്കെ പറയുമ്പോഴേക്ക് നമുക്കൊരു 45-ന്റെ ഫീൽ ഉണ്ടാവും. അപ്പോൾ ഈ കടുത്ത ചൂട് അതിനെ അതിജീവിച്ച് പ്രചാരണം നടത്തണം. പിന്നെ നന്നായി പണം ചെലവഴിക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണല്ലോ തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും എന്തായാലും ഒരു മിനിമം തുക ചെലവഴിക്കണമല്ലോ. അപ്പോൾ അത്രയും പണം കണ്ടെത്തണം, ആൾക്കൂട്ടം ഉണ്ടാകണം, പ്രവർത്തകർ ഇറങ്ങണം. അപ്പോൾ അങ്ങനെ കുറേ ഇലക്ഷനുകൾക്ക് ശേഷമാണ് ഇത്രയും ദീർഘമായ ഒരു പ്രചാരണ കാലയളവ് മുന്നണികൾക്ക് കിട്ടുന്നത്. അത് ഒരേപോലെ ഗുണവും ദോഷവുമായിരിക്കും അവർക്കല്ലേ. പക്ഷേ ഇത്ര വിജയം എത്ര സീരിയസ് ആവണ്ട എന്ന ഒരു അഭിപ്രായക്കാരനുണ്ട്. ഞാൻ സീരിയസ് ആണ്. ഈ സബീർ അലി പറയുന്നത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. വിജയകുമാർ വളരെ സിമ്പിൾ ആണെങ്കിലും നല്ല കോമഡി പറയുന്ന ആളാണ്. അതുകൊണ്ട് അങ്ങനെ കാര്യത്തിലേക്ക് കോമഡി ഒട്ടും കുറക്കണ്ട വിജയകുമാർ. നമുക്ക് ഇനി അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? യെസ്, അത് 3 മുന്നണികളും വാളും പരിചയവുമായി നേരത്തെ തന്നെ നിലയുറപ്പിച്ച മണ്ഡലത്തിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. ഇനി നമ്മൾ കടക്കുകയാണ് മണ്ഡല പരിചയത്തിലേക്ക്. അപ്പോൾ വിജയകുമാർ, നമ്മളൊരു പൂരക്കാലത്തേക്ക് നടന്നെടുക്കുകയാണ്. തൃശ്ശൂർ എന്ന് പറയുന്ന മണ്ഡലം അല്ലേ. തൃശ്ശൂർ പൂരം മാത്രമല്ല, അവിടെ വലിയൊരു പൂരം നടക്കാൻ പോവുകയാണെന്ന് പറയാം. കാരണം ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന 3 പേർ അല്ലേ അവിടെ മത്സരിക്കുന്നു. മേളവും കുടമാറ്റവും എല്ലാം മത്സര ബുദ്ധിയോടെ ആഘോഷമാക്കുന്ന സ്ഥലമാണ് തൃശ്ശൂർ. ഏറ്റവും തലയെടുപ്പുള്ളവരെ തന്നെയാണ് 3 മുന്നണികളും മത്സരിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശ്ശൂരിലേക്കാണ് നമ്മുടെ യാത്ര. പൂരങ്ങടെ പൂരമുള്ളൊരു നാട് നമ്മുടെ നാട്. ഓണത്തിന് പുലിയിറങ്ങണൊരൂര് നമ്മുടെ ഊര്. ഇപ്പറഞ്ഞ നാടിന് കരയേഴുമൊട്ടുക്ക് പേര്. കാണണമെങ്കി കാണണം ശിവപേരൂര്. ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള ഇടമാണ് തൃശ്ശൂർ. ആ മണ്ഡലത്തിലേക്കാണ് 2019 സുരേഷ് ഗോപിയുടെ മാസ് എൻട്രി. രാജാജി മാത്യുവിലൂടെ മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്നതായിരുന്നു ഇടത് പ്രതീക്ഷ. പക്ഷേ കണക്കുകൂട്ടലുകൾ തെറ്റി. ഇതുപോലെ തുഴയെറിഞ്ഞ് കരപിടിച്ചത് TN പ്രതാപനായിരുന്നു. ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം. പൂർണ്ണമായും ഇടതുപക്ഷം ഭരിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. സാക്ഷാൽ ലീഡർ K. കരുണാകരന് പോലും തോൽവി അറിയേണ്ടി വന്ന മണ്ഡലമാണ് തൃശൂർ. 1952 CR ഉണ്ണിയിലൂടെ കോൺഗ്രസിനൊപ്പം നിന്ന മണ്ഡലം പിന്നീട് പലകുറി മാറിമറിഞ്ഞു. 17 10 തവണയും പാർലമെന്റിലേക്ക് കൈപിടിച്ചുയർത്തിയത് ഇടതുപക്ഷത്തെ. 2019 93,633 വോട്ടിനാണ് TN പ്രതാപൻ ജയിച്ചത്. 4,15,089 വോട്ടുകൾ പ്രതാപന് ലഭിച്ചപ്പോൾ LDF സ്ഥാനാർത്ഥിക്ക് 3,21,456 വോട്ട്. 2,93,822 വോട്ടുകൾ നേടി സുരേഷ് ഗോപി 3-ാം സ്ഥാനത്ത്. TN പ്രതാപൻ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് പത്മജ വേണുഗോപാൽ BJPയിൽ ചേർന്നത്. ഇതോടെ കോൺഗ്രസ് ചുവടുമാറ്റി. K. മുരളീധരൻ വടകരയിൽ നിന്ന് തൃശ്ശൂർക്ക് ട്രെയിൻ കയറി. 1ാം റൗണ്ട് പൂർത്തീകരിക്കുമ്പോൾ വളരെയധികം ആവേശമുണ്ട്.
ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒന്നാം റൗണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. സ്ഥാനാർത്ഥി പരിചരണം ഉൾപ്പെടെയുള്ള ഘടകങ്ങളിലേക്ക് കടക്കുക. BJPയെ മൂന്നാം സ്ഥാനത്ത് എത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ BJPയെ ഉയർത്താൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് BJP അല്ല, പിണറായി വിജയനാണ്. അതായത് ഈ മണ്ണിൽ നടക്കില്ല. സിനിമാ താരം സുരേഷ് ഗോപിയുടെ കരുത്തിൽ താമര വിരിയുന്നത് സ്വപ്നം കാണുകയാണ് NDA. വർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ സമയമുണ്ട്, റിലാക്സ് ചെയ്ത് വർക്ക് ചെയ്യാം അല്ലേ. ഒരുപാട് സ്ഥലങ്ങളിൽ ഓടിയെത്താൻ പറ്റും, ആവശ്യം പോലെ സമയം കിട്ടണം. എനിക്കറിയത്തില്ല, അങ്ങനെ തകർക്കാനല്ലല്ലോ, നമ്മൾ ജനങ്ങളുടെ കോട്ട പണിയാനാണ് വന്നിരിക്കുന്നത്. മുൻ മന്ത്രിയും ജനകീയ മുഖവുമായ VS സുനിൽകുമാർ എത്തിയതോടെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പ്. 2019 ഞങ്ങൾ വലിയ ഭൂരിപക്ഷം UDF കിട്ടിയപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ വോട്ടുകളിൽ കുറവ് വന്നിട്ടുണ്ട്. അന്നത്തെ സാഹചര്യങ്ങൾ എല്ലാവർക്കും അറിയാം, ഞാൻ വിശദീകരിച്ചിട്ടുള്ളതുകൊണ്ട് വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ 2021 ആയപ്പോഴേക്കും അതിൽ വലിയ മാറ്റം വന്നു. 2021 ആയപ്പോഴേക്കും ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 1,70,70,000 വോട്ടിൻ്റെ ലീഡ് 7 മണ്ഡലങ്ങളിലെ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ നിന്നായിട്ട് ഞങ്ങൾക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്രൈസ്തവ വോട്ടുകളാണ് മണ്ഡലത്തിൽ നിർണായകം. തൃശൂർ അതിരൂപതയുടെ കീഴിൽ 1,00,000 മുകളിൽ വോട്ടുകൾ ഉണ്ടെന്നാണ് കണക്ക്. അതുകൊണ്ട് തന്നെ അതിരൂപതയുടെ നിലപാട് നിർണായകമാണ്. BJP പ്രധാനമായും കണ്ടുവെക്കുന്നത് NSS വോട്ടുകളിലാണ്. ചാവക്കാട് തുടങ്ങി ഏങ്ങണ്ടിയൂർ വരെ നീളുന്ന തീരദേശ മേഖലയുടെ മനസ്സ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നിർണായകമാണ്. കഴിഞ്ഞ തവണ TN പ്രതാപനൊപ്പം തീരമേഖല നിലയുറപ്പിച്ചു എന്നാണ് കണക്കുകൾ. ഒരു കാലത്തും ആർക്കൊപ്പമെന്ന് പിടികൊടുക്കാത്ത മണ്ഡലമാണ് തൃശൂർ. ഇക്കുറിയും ആ പതിവ് തെറ്റിക്കുന്നില്ല. തെക്കേ ഗോപുരവാതിൽ തുറന്ന് പൂരവിളംബരം എത്തിയാൽ പിന്നെ സസ്പെൻസുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും അങ്ങനെയൊരു സസ്പെൻസ് തന്നെയാണ് തൃശൂർ കാത്തുവയ്ക്കുന്നത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. വിജയകുമാർ, മൊത്തത്തിലെ നമ്മുടെ സൂരജിന്റെ ഈ ഒരു സ്റ്റോറി കണ്ടപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, നമ്മുടെ വിനേഷ് നാരായണൻകുട്ടിയാണ് ചോദിക്കുന്നത്, വിനീത് നാരായണൻകുട്ടി, ഏപ്രിൽ 19 തൃശൂർ പൂരമാണോ അല്ല ഒന്നാം ഘട്ട ഇലക്ഷൻ ആണോ? ഏപ്രിൽ 19 ഒന്നാം ഘട്ട വോട്ടെടുപ്പിന്റെ ദിവസമാണ് തൃശൂർ പൂരം. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, തെറ്റുണ്ടെങ്കിൽ തിരുത്താം. ആ ദിവസമാണ്. അപ്പോൾ എന്തായാലും അന്ന് ഒന്നാം ഘട്ട വോട്ടെടുപ്പും തൃശൂർ പൂരവും, തൃശ്ശൂരിലെ പൂരവും ജനാധിപത്യത്തിലെ പൂരത്തിന്റെ ആദ്യഘട്ടവും ഒരുമിച്ച് നടക്കുകയാണ്. രണ്ടിനും അതേ പ്രാധാന്യത്തോടെ, തുല്യ പ്രാധാന്യത്തോടെ അത് രണ്ടും പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കും. നേരത്തെ നമ്മൾ കേട്ടിരുന്നത് ഈ 19-ാം തീയതി കേരളത്തിൽ പോളിംഗിന് ആലോചനയുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കേരള സന്ദർശന ഘട്ടത്തിൽ അവരാദ്യം തെരഞ്ഞെടുത്ത തീയതി ഏപ്രിൽ 19 ആയിരുന്നു. ഒരുപക്ഷെ ഈ തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കാം അത് അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിയത് എന്നൊരു കഥ കൂടി ഇപ്പോൾ കേൾക്കുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഈ നമുക്ക് ഇപ്പോ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആണല്ലോ, എല്ലായിടത്തതാണ്. പിന്നെ എന്തിനാണ് ഇത് വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു മാസം നമ്മൾ കാത്തിരിക്കുന്ന ഒരാൾ ചോദിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഈ ഘട്ടങ്ങളെ കുറിച്ച് 7 ഘട്ടം, ഒരു ഘട്ടത്തിലെ ഫലം മറ്റൊരു ഘട്ടത്തെ സ്വാധീനിക്കാൻ പാടില്ല. അങ്ങനെ അതുകൊണ്ട് മുഴുവൻ ഇലക്ഷൻ പ്രോസസ്സും കഴിയുന്നത് കൗണ്ടിങ്ങിലാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം ഒരുമിച്ചുണ്ട്. അതായത് 7-ാം ഘട്ടം എനിക്ക് തോന്നുന്നത് ജൂൺ മാസത്തിൽ തന്നെയാണ് അല്ലേ? ജൂൺ 1-നാണ് അവസാന ഘട്ടം. അതായത് അത് കഴിഞ്ഞ 3 ദിവസം കഴിഞ്ഞാൽ റിസൾട്ട് ആയി അല്ലേ? നമ്മുടെ ആമിന ഉണ്ടല്ലോ, ആമിനായസ്, നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. ആമിനയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. വിജയകുമാർ അത് തീർത്തു കൊടുക്കണം. അതായത് ആമിനയ്ക്ക് പറയാണ്, എനിക്ക് കന്നി വോട്ടാണ് ഇത്തവണ, പക്ഷെ ആർക്ക് വോട്ട് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഒരു കന്നി വോട്ടറോട്, ഒരു മുതിർന്ന വോട്ടർ എന്ന നിലയിൽ, സീനിയർ വോട്ടർ എന്ന നിലയിൽ വിജയകുമാർ എന്ത് പറയും? ഇല്ല, ഇതിൽ വരാനിരിക്കുന്ന പ്രചാരണ ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിലെ കേരളത്തിലെ പ്രചാരണങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ വളരെ യുക്തിയും ബുദ്ധിയും വിവേകവും ഒക്കെ ഉപയോഗിച്ച് നമ്മളുടെ വോട്ട് രേഖപ്പെടുത്തുക. ആരുടെയും സ്വാധീനത്തിന് വഴങ്ങരുത്. നമ്മളുടെ സമ്മതിദാനാവകാശം, നമ്മളുടെ പണ്ട് കേട്ടിട്ടില്ലേ, നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം ഈ ചിഹ്നത്തിൽ രേഖപ്പെടുത്തുക എന്നൊക്കെയാണല്ലോ അന്ന് പറഞ്ഞിട്ടുള്ളത്. രാഷ്ട്രബോധം ഉണ്ടാവുക, മനസ്സാക്ഷി പറയുന്നത് അനുസരിച്ച് വോട്ട് രേഖപ്പെടുത്തുക. അത് ആമിനെ ഉൾപ്പെടെയുള്ള മുഴുവൻ കന്നി വോട്ടർമാർക്കും സ്വീകരിക്കാവുന്ന ഒരു പാഠമാണ്. 1.8 crores അല്ലേ? ഇന്ത്യയിൽ ആകെ 18-നും 19-നും ഇടയിലുള്ള 1,80,00,000 പുതിയ വോട്ടർമാരുണ്ട്. അതിലൊരാളാണ് ആമിന. ആ ഉപദേശം സ്വീകരിക്കുക, അതുപോലെ മുന്നോട്ട് പോകുക. ഈ മുതിർന്ന വോട്ടർ എന്നുള്ള പ്രയോഗം പിൻവലിക്കണം. അത്രയും മുതിർന്നിട്ടില്ല. അല്ല, ആമിനെ സംബന്ധിച്ചോളം മുതിർന്നിട്ടുണ്ടല്ലോ. ഇല്ല, അത് ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നു. കേരളത്തിന് പുറത്തെ തെരഞ്ഞെടുപ്പ് ഗോതകളിലേക്കാണ് നമ്മളുടെ യാത്ര. കാണാം സ്റ്റേറ്റ് സ്കാൻ. ആയാറാം ഗയാറാം എന്ന വാക്കുണ്ടായത് ഹരിയാന രാഷ്ട്രീയത്തിൽ നിന്നാണ്. 1967 ഗയാലാൽ എന്ന MLA ആഴ്ചക്കാഴ്ചയ്ക്ക് പാർട്ടി മാറിയപ്പോൾ ഉണ്ടായി വന്ന പേരാണ് ഈ ആയാറാം ഗയാറാം. ആ ഹരിയാനയിലേക്കാണ് ഇന്നത്തെ സ്റ്റേറ്റ് സ്കാൻ.
ദേവിലാലും ബെൻസിലാലും ഭജൻലാലും തെളിച്ച വഴികൾ, പിന്നെ രൺബീർ സിംഗ് ഹൂഡയും ഭൂപീന്ദർ സിംഗ് ഹൂഡയും ദിവേന്ദർ സിംഗ് ഹൂഡയും. ജാതി വോട്ടുകൾ വിധി നിർണ്ണയിക്കുന്ന ഹരിയാന കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി BJPക്ക് മേൽക്കൈയുള്ള രാഷ്ട്രീയ മണ്ണാണ്. രാജസ്ഥാനിലും പഞ്ചാബിലുമായി പരന്നു കിടക്കുന്ന രാഷ്ട്രീയ ചരിത്രം കൂടിയുണ്ട് ഹരിയാനയ്ക്കും. കണ്ടുവരാം നമുക്ക്. രാഷ്ട്രീയത്തിലെ കുരുക്ഷേത്ര ഭൂമിയാണ് ഹരിയാന. ഹിന്ദി ഹൃദയഭൂമിയിലേക്കുള്ള പ്രവേശന കവാടം. 2019-ൽ 10-ലും 10 നേടിയ BJPക്ക് ഇക്കുറി കാര്യങ്ങളത്ര എളുപ്പമല്ല. ഗ്രാമങ്ങളിൽ ആളിക്കത്തിയ കർഷക പ്രക്ഷോഭവും ഗുസ്തി താരങ്ങളുടെ രോഷവും വിധി നിർണ്ണയിക്കുന്നതിലെ പ്രധാന ഘടകമാകും. ആകെ ജനസംഖ്യ 2.5 കോടി, 22 ജില്ലകൾ, നിയമസഭയുടെ അംഗബലം 90, BJP 40 MLA-മാരും സ്വതന്ത്രരുമായി ഭരിക്കുന്ന സംസ്ഥാനം. മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിന്റെ സഭയിലെ അംഗബലം 31. ഇതാണ് നിയമസഭയിലെ ചിത്രം. ഹിന്ദി ഹൃദയഭൂമിയിൽ ഏറ്റവും കുറവ് ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് ഹരിയാന. ജാതി രാഷ്ട്രീയത്തിന്റെ വിളനിലമായ ഹരിയാനയിൽ ഹിന്ദു സിഖ് മതങ്ങളിലായി വിഭജിക്കപ്പെട്ട ജാട്ട് സമുദായം പ്രബല ശക്തിയാണ്. 2009-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിന്റെ വോട്ട് വിഹിതത്തിന്റെ 12% മാത്രമാണ് BJP നേടിയത്. 2019-ൽ ഇത് 58% ഉയർന്നു. റോത്തക്കൊഴികെ മറ്റ് 9 BJPക്ക് മൃഗീയ ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലങ്ങൾ. എന്നാൽ വർഷം 5 കഴിയുമ്പോൾ രാഷ്ട്രീയ ചിത്രം മാറി. കർഷക സമരവും കുസ്തി താരങ്ങളുടെ പ്രതിഷേധവും ഹരിയാനയിൽ BJPയെ പിടിച്ചു കുലുക്കുമോ എന്നാണ് അറിയാനുള്ളത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കുടുംബാധിപത്യത്തിന്റെ ചരിത്രമെടുത്താൽ ഹരിയാന തലസ്ഥാനമാണ്. റോത്തക്കിൽ ഹൂഡ, സിർസയിൽ ചൌഡാല, ഹിസാറിൽ ബിഷ്ണോയ്, ഇങ്ങനെ നീളുന്നു 3 പതിറ്റാണ്ടുകാലം ഹരിയാനയുടെ രാഷ്ട്രീയ ഗതിവിഗതികൾ നിർണയിച്ചവരുടെ മേൽവിലാസങ്ങൾ. എല്ലാം ജാട്ട് വോട്ടുകൾ സ്വാധീനിക്കാൻ ശേഷിയുള്ളവർ. ജാട്ട് വിഭാഗത്തിൽ നിന്ന് പുറത്തുള്ള പഞ്ചാബ് സ്വദേശിയായ മനോഹർലാൽ ഖട്ടറിനെ 2014-ൽ മുഖ്യമന്ത്രിയാക്കിയ രാഷ്ട്രീയ തന്ത്രം 2019-ലും വിജയിച്ചിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സഖ്യത്തിലുണ്ടായ വിള്ളലും ഭരണവിരുദ്ധ വികാരവും ഖട്ടറിനെ മാറ്റാൻ BJPയെ നിർബന്ധിതരാക്കി. നിയമസഭയിൽ അംഗബലം കുറവാണെങ്കിലും ജാട്ട് വോട്ടുകളെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ദുഷ്യന്ത് ചൌട്ടാലയുടെ ജനനായക് ജനതാ പാർട്ടി ഇത്തവണ BJPക്കെതിരാണ്. ഇത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ഭൂപീന്ദർ ഹൂഡയ്ക്കും മകൻ ദീപേന്ദർ ഹൂഡയ്ക്കും രാഷ്ട്രീയ അതിജീവനത്തിന് വിജയം അനിവാര്യം. 9 ഇടങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കും, ഒരിടത്ത് ആം ആദ്മി പാർട്ടിയും. ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ദേവിലാലിന്റെ ഇന്ത്യൻ നാഷണൽ ലോക്ദളും ഹരിയാന ലോക്ഹിത് പാർട്ടിയും ഹരിയാനയിൽ നിർണായകമാകും. കിസാൻ മോർച്ചയിൽ പ്രവർത്തിച്ച സൈനിയെ മുഖ്യമന്ത്രിയാക്കിയതിലൂടെ ഇപ്പോൾ നിലനിൽക്കുന്ന കർഷകരോഷം തണുപ്പിക്കാൻ സാധിക്കുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. 2019-ൽ നിന്ന് 1 സീറ്റ് കുറഞ്ഞാൽ പോലും ഹരിയാനയിൽ BJPക്കത് രാഷ്ട്രീയ തോൽവിയാണ്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വേരുകൾ ഇളക്കാനുള്ള പെടാപ്പാടിലാണ് ഇന്ത്യ സഖ്യം. കണ്ടറിയാം കുരുക്ഷേത്ര ഭൂമിയിൽ BJPക്ക് അടിപതറുമോ, അതല്ല ഇന്ത്യ സഖ്യം സംബൂജരിൽ നിന്ന് കരകയറുമോ എന്ന്. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. നമ്മളുടെ ഈ ഒരു വിദ്യാർത്ഥി കാലം തൊട്ട് കേൾക്കുന്നതാണ് ഭജൻലാൽ, ദേവിലാൽ, ഈ പേരുകളൊക്കെ അല്ലേ. ഈ ദേവിലാൽ അതാണ് ഇവര് ഒരു സംസ്ഥാനം അടക്കിയാണ് തന്നെയല്ല. ദേവിലാൽ പിന്നീട് ഉപപ്രധാനമന്ത്രി ആയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ ഓം പ്രകാശ് ചൌട്ടാല, ഓം പ്രകാശിന്റെ മകൻ അജയ് ചൌട്ടാല, വേറൊരു മകൻ അഭയ് ചൌട്ടാല, ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഇപ്പോൾ അദ്ദേഹം ഓം പ്രകാശ് അജയ് ചൌട്ടാലയുടെ മകൻ ദുഷ്യന്ത് ചൌട്ടാല ഒക്കെ ഈ ഹരിയാന രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പതിറ്റാണ്ടുകളായി അവരുടെ ആധിപത്യം. അതെ, പിന്നെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ സാമുദായിക വോട്ടുകൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു നിർണായകമാണ്. ഖട്ടാറിന്റെ പോലും സ്ഥാനമാറ്റവും ഒക്കെ ഖട്ടാറിനെ കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ പരീക്ഷണമായിരുന്നു, ഇപ്പോൾ മാറ്റുന്നത് ഒരു രാഷ്ട്രീയ പരീക്ഷണമാണ്. ഓക്കെ, വിജയ് അതിനിടയിൽ ഒരു വിജ്ഞാനപ്രദമായ കാര്യം പറയട്ടെ. പ്രജിന്റെ ഒരു ഗതികേട് എന്ന് പറയുന്നു. ആര്? രോഹിണി മനോജ്. എന്താ ഈ ഗതികേട് എന്ന് അറിയണോ? അച്ഛന്റെ പ്രായമുള്ള വിജയേട്ടനെ പേര് വിളിക്കാൻ പ്രജിന്റെ ഒരു ഗതികേടെന്ന് രോഹിണി മനോജ് സംശയമുള്ളത്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ രാഷ്ട്രീയ കേരളത്തിന്റെ അടിവേരുകൾ തേടിയുള്ള യാത്രയിലേക്കാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ആഫ്റ്റർ ഷോർട്ട്. അതെ. ഇടവേള കഴിഞ്ഞ് നമ്മൾ ഇലക്ഷൻ സ്റ്റണ്ടിലേക്ക് മടങ്ങി വരുമ്പോൾ വേരുകൾ തേടിയുള്ള യാത്രയാണ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ വേരുകൾ തേടിയുള്ള യാത്ര ഇന്ന് പോകുന്നത് CIA ചാരന്മാർ കേരളത്തിലും കാശി വിതറിയോ? ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ഉയരുന്ന CIA ആരോപണത്തിന്റെ സത്യാവസ്ഥയിലേക്ക് പോവുകയാണ് ഇന്ന്. കാണാം വേരുകൾ. ഇലക്ട്രൽ ബോണ്ട് വിവാദം നിൽക്കുന്ന സമയമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കാശ് വരവിന്റെ വിവാദത്തിന് ഐക്യ കേരളത്തോളം തന്നെ പഴക്കമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. CIA കാശിറക്കിയാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിട്ടത് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ എക്കാലത്തും പ്രസംഗിക്കുന്നതാണ്.
ഇന്ത്യയുടെ തെക്കേ മൂലയിൽ കിടക്കുന്ന കേരളത്തിലെ സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്കയ്ക്ക് എന്തിന്റെ കേടാണ്? ആ ആരോപണത്തിന്റെ വേരുകൾ തേടുകയാണ് ഇനി നമ്മൾ. വിമോചന സമരം വിജയിപ്പിക്കാൻ CIA പണം നൽകിയതിന് എന്താണ് തെളിവ്? ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതിയായിരുന്ന ഡാനിയൽ പാട്രിക് മൊയ്നിഹാൻ എഴുതിയ എ ഡേഞ്ചറസ് പ്ലേസ് എന്ന പുസ്തകത്തിലെ പേജ് 41. ഞങ്ങൾ 2 തവണ, അതെ 2 തവണ മാത്രം ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടിക്ക് പണം നൽകി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയത്തെ തുടർന്ന് കേരളത്തിലും ഒരിക്കൽ ബംഗാളിലുമാണ് പണം നൽകിയത്. ആവശ്യപ്പെട്ടത് കോൺഗ്രസ് പാർട്ടിയായിരുന്നു. ആർക്ക് പണം നൽകി? അമേരിക്കയുടെ ആഭ്യന്തര സെക്രട്ടറിയായിരുന്ന ഹെൻറി കിസ്സിഞ്ചർ നേരിട്ടാണ് ഇന്ദിരാഗാന്ധിക്ക് പണം കൈമാറിയത്. അത് പശ്ചിമ ബംഗാളിലേക്കുള്ള പണമായിരുന്നു. അപ്പോൾ കേരളത്തിലേക്കോ? 1955 മുതൽ 61 വരെ ഇന്ത്യയിലെ US സ്ഥാനപതിയായിരുന്ന എൽസവർത്ത് ബങ്കറാണ് കേരളത്തിലേക്ക് പണം നൽകിയത് വിവരിക്കുന്നത്. ഹോവാർഡ് ഷഫർ എഴുതിയ ബങ്കറിന്റെ ജീവിതകഥയിൽ പറയുന്നത് ഇങ്ങനെ: മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാവായിരുന്ന SK പാട്ടീൽ വഴിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള പ്രചാരണത്തിന് പണം നൽകിയത്. എത്ര പണം നൽകി? എത്ര പണമാണ് നൽകിയതെന്നോ അങ്ങനെ നൽകിയ പണം കേരളത്തിലും ബംഗാളിലും എവിടെയൊക്കെ എത്തിയെന്നോ ഇനിയും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചൈന കഴിഞ്ഞാൽ പിന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യവുമാണ്, ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യവുമാണ് ഇന്ത്യ. ഇന്ത്യയെ കൂടി കമ്മ്യൂണിസ്റ്റുകാരുടെ കരാള ഹസ്തങ്ങളിൽ പതിച്ചു കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക പിടിക്കാൻ കിട്ടാത്ത അവസ്ഥ വരും. കാരണം റഷ്യയുടെ വലിയൊരു ഭാഗം ഏഷ്യയിലാണ്, ചൈന പൂർണ്ണമായിട്ടും കമ്മ്യൂണിസ്റ്റുകാരുടെ നിയന്ത്രണത്തിലാണ്. അതുകൂടാതെ ഇന്ത്യയെ കൂടി കമ്മ്യൂണിസ്റ്റായി കഴിഞ്ഞാൽ പിന്നെ അയൽ രാജ്യങ്ങളൊക്കെ ഇത് വ്യാപിക്കും എന്നുള്ളൊരു ഭയം അവർക്കുണ്ടായി. ഈ വിമോചന സമര നായകന്മാരിലും പ്രമുഖരായിരുന്ന ഫാദർ ജോസഫ് വടക്കൻ അദ്ദേഹത്തിൻ്റെ എൻ്റെ കുതിപ്പും കിതപ്പും എന്ന ആത്മകഥയിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് പണം വന്നത്? പണമാണോ വിമോചന സമരം വിജയിപ്പിച്ചത്? പോലീസ് നരനായാട്ട് തന്നെയാണ് സർക്കാർ താഴെ വീഴാൻ കാരണം. അങ്കമാലിയിൽ വെടിയേറ്റ് വീണ 7 പേർ, ചെറിയതുറയിലെ വെടിവെപ്പിൽ മരിച്ച ഗർഭിണിയായ യുവതി ഫ്ലോറി. ഈ 8 മരണങ്ങളുടെ കണക്കുണ്ട് EMS സർക്കാരിന്റെ പതനത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഒന്നാമതായി. ഇലക്ഷൻ ഡെസ്ക് 24. വിജയമറി, തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം ഇതിന്റെ ചരിത്രം, ഈ രീതിയിലുള്ള ഒരുപാട് കഥകൾ, അതിൽ സത്യമുണ്ട്, അല്ലെങ്കിൽ അസത്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കഥകളാണ് ഒരുപാടും, പിന്നെ യാഥാർത്ഥ്യങ്ങളുണ്ട് അല്ലേ? അതറിയുക എന്നതുകൂടി വളരെ കൗതുകമായ കാര്യമാണ്. നമ്മളെ ഈ റിപ്പോർട്ട് എത്രയോ പതിറ്റാണ്ടുകൾക്ക് പുറകിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അത് ഈ സംഭവങ്ങൾ രേഖപ്പെടുത്താതെ പോകത്തേയില്ല. കാരണം അത് എല്ലാ ഇലക്ഷൻ കാലത്തും ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും, പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പണ്ട് കാലങ്ങളിൽ എഴുതി വെച്ചത് വായിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ഏത് സമയത്ത് എഴുതിയാലും ഏത് സമയത്ത് പറഞ്ഞാലും ഈ സംഭവം അതിന്റെ മുന്നിൽ തന്നെ ഉണ്ടാവും. മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന പോലെ ഒരു സ്നിപ്പെറ്റ് പോലെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ ഇലക്ഷൻ ചരിത്രം അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഓരോ ബുള്ളറ്റിലും നമുക്ക് അത്തരം സംവിധാനങ്ങളുണ്ട്. അപ്പോൾ 24 തുടർന്നു കഴിഞ്ഞാൽ ഈ കഥകളും ഇതിന്റെ സത്യങ്ങളും അസത്യങ്ങളും എല്ലാം പ്രേക്ഷകർക്ക് മനസ്സിലാവുകയും ചെയ്യും അല്ലെ? വേരുകളിലൂടെ അല്ലെ? നമ്മൾ ആഴത്തിൽ അന്വേഷിക്കുകയാണ് വേരുകൾ എന്ന ഈ സെഗ്മെന്റിൽ ചെയ്യുന്നത്. അടുത്ത ദിവസങ്ങളിലും തുടരും. ഇതിലും ഗംഭീരമായ വിവരങ്ങളുടെ സത്യാവസ്ഥ അടിവേര് തേടിയെടുക്കുകയും ചെയ്യും. ഇനി നമ്മൾ പോകുന്നത് സ്ഥാനാർത്ഥികളുടെ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള പെടാപ്പാടിലേക്കാണ്. കാണാം മാന്യമഹാജനങ്ങളെ. ഈ അതിർത്തി മണ്ഡലങ്ങളിലെ പ്രചാരണത്തിലെ കൗതുകം ഈ ഭാഷാ വൈവിധ്യമാണെന്ന് നമുക്കറിയാം. ഇടുക്കി ഹൈറേഞ്ചിൽ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടാൻ മലയാളം മാത്രം അറിഞ്ഞാൽ പോരാ. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലും തോട്ടം തൊഴിലാളികൾക്കിടയിലും തമിഴ് തന്നെ വേണം. പോസ്റ്ററുകളും ബാനറുകളും എല്ലാം അവിടെ തമിഴിലായിരിക്കും. ആ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട് മണ്ഡലങ്ങളിലാണ് തമിഴ് വംശജർ കൂടുതലായുള്ളത്. 10-ലധികം പഞ്ചായത്തുകളിൽ ജനസംഖ്യയുടെ 90%-ലധികം വരും ഇത്. മണ്ഡലാടിസ്ഥാനത്തിൽ ദേവികുളത്ത് 65%, ഉടുമ്പൻചോലയിൽ 22%, പീരുമേട്ടിൽ 35%. അതിനാൽ ബാനറുകളും പോസ്റ്ററുകളും പ്രസംഗങ്ങളുമെല്ലാം തമിഴിലും വേണം. കൂടുതൽ ഹൈ വോൾട്ടേജ് തമിഴ് ശൈലി പിന്തുടരുന്നതാണ് പ്രചാരണ രീതി. മക്കളിൻ വളർച്ചയ്ക്കാக വേണ്ടി நமது வேட்பாளர் ജോയി ജോർജ്. ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിനോട് തമിഴ് വംശജർക്കിടയിൽ വോട്ട് തേടുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെ: അല്ല, മൂന്നാർ മട്ടുമല്ല, മറ്റേ പീരുമേട്, ഉടുമ്പൻചോലയൊക്കെ അങ്ങയിടത്തൊക്കെ തമിഴ് പീപ്പിൾ ഇരിക്കെ, അങ്ങയിടത്തൊക്കെ ചെല്ലുമ്പോൾ
தமிழ் கொஞ்சம் கொஞ்சம் பேசும். தமிழ் கேட்டால் நல்லதுக்கு தெரியும், பேசுறதுக்கு கொஞ்சம் കഷ്ടമായിട്ട് ഇരിക്കെ എതുക്കും തമിഴിൽ തന്നെ പേശി മുടിക്കാൻ ശ്രമിക്കും. മൂന്നാർ, ദേവികുളം, മറയൂർ, കാന്തല്ലൂർ, വട്ടവട, വണ്ടിപ്പെരിയാർ, പള്ളിവാസൽ, ശാന്തൻപാറ, പീരുമേട്, കുമളി, നെടുങ്കണ്ടം തുടങ്ങിയ മേഖലകളിൽ തമിഴിൽ പ്രചാരണം നടക്കും. കാലങ്ങൾക്ക് മുന്നേ ഇടുക്കിയിലെത്തിയവരാണെങ്കിലും തമിഴിലെ പ്രചാരണം കാണുമ്പോൾ കൂടുതൽ സന്തോഷം തോന്നുമെന്ന് വോട്ടർമാർ. ഭയങ്കര സന്തോഷമല്ലേ. പിന്നെ തമിഴിൽ ജീവിക്കുന്നവർക്ക് തമിഴിൽ കേൾക്കാനായിട്ട് നല്ല ഇതായിട്ട് കാണുമല്ലോ. തമിഴിലെ മൈക്കിടെ ചെയ്യും. ചിലപ്പോൾ ഇവിടുത്തെ സബ് കമ്മിറ്റിയും അതിൽ എടുത്ത് കാര്യമായിട്ട് പറയും. வரப்போற 2024 பார்லமெண்ட் தேர்தலுக்கு எல்லா மக்களும் ஓட்டு போடுங்க. ഇടുക്കിയിലിരുന്ന രാഹുൽ വിജയൻ 24. കഴിഞ്ഞ ദിവസം ഗുജറാത്തിയിലായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ ഒരു മേഖല ഗുജറാത്തിൽ നിന്ന് വന്ന ആളുകൾ താമസിക്കുന്ന, അല്ലെങ്കിൽ അവരിങ്ങനെ അവിടെ കാലാകാലങ്ങളായി താമസിക്കുന്ന ഒരു മേഖലയുണ്ട്. അവിടെ KC വേണുഗോപാലിനൊക്കെ വേണ്ടി വോട്ട് ചോദിക്കുന്ന ഗുജറാത്തി പോസ്റ്ററുകൾ, ഗുജറാത്തിയിൽ എഴുതിയ ചുവരെഴുത്തുകൾ, ഗുജറാത്തിയിൽ എഴുതിയ ഫ്ലെക്സുകൾ, വോട്ടാണ്. അവിടെ ചെല്ലുന്ന ഗുജറാത്തി അറിയാവുന്ന കോൺഗ്രസ്സുകാരാണ് അവിടെ പോയി വോട്ട് ചോദിക്കുന്നത്. എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ ഈ സപ്തഭാഷാ സംഗമഭൂമിയാണ് ഈ കാസർഗോഡ്. കേട്ട് മടുത്തു. അതെ, പക്ഷേ അവിടെ ഈ പറയുന്ന പോലെ 1-2 ഭാഷകളല്ല, ഈ പറയുന്ന ഈ തുളു ഉണ്ട്, മലയാളമുണ്ട്, എല്ലാ ഭാഷകളിലും വോട്ട് ചോദിക്കുന്ന ആൾക്കാരാണ് അവിടുത്തെ സ്ഥാനാർത്ഥികൾ. അവിടുത്തെ സ്ഥാനാർത്ഥികൾക്കും ഈ ഭാഷകളൊക്കെ പഠിക്കുകയും വേണം നിർബന്ധമായിട്ടും. ബഹുഭാഷാ പണ്ഡിതന്മാരാവുകയും കൂടെ വേണം അവിടെ മത്സരിക്കാൻ. അതെ. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് അല്ലേ, ആകാശവാണി ഒരു കാലത്തേക്ക് നമ്മളൊരു ഓർമ്മ കൊണ്ടുപോവാണ്. നമ്മൾ ഈ കണ്ടതും കേട്ടതും എന്ന് പറയുന്ന ഒരു പരിപാടി ആകാശവാണിയിൽ എല്ലാ കാലത്തും ഉണ്ട്. അതിന്റെ ഒരു സിഗ്നേച്ചർ ട്യൂണൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ, നമ്മുടെ കാതിലൊക്കെ ഇങ്ങനെയുണ്ട്. എക്കാലത്തെയും ഹിറ്റായിരുന്നു. പിന്നെ അതൊരു നൊസ്റ്റാൾജിയാണ്, അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോ അത്തരം കാര്യങ്ങളല്ല. എന്താണ്, ശബ്ദം മാത്രമല്ല, കണ്ടതും കേട്ടതും വന്നതും പോയതും ഒക്കെ നമുക്ക് പകർത്തിയെടുക്കാം. അതിന് നമ്മുടെ ക്യാമറയുണ്ട്. ഈ ക്യാമറാമാന് പോകാൻ പറ്റാത്ത ഇടങ്ങളിലാണെങ്കിൽ അവിടെ ഇപ്പോൾ ആവശ്യത്തിന് CCTV ഉണ്ട്. അപ്പോൾ അത്തരമൊരു സെഗ്മെന്റിലേക്കാണ് നമ്മൾ പോകുന്നത്, കണ്ടതും കേട്ടതും. അതായത് വോട്ടിംഗ് മെഷീനും പോസ്റ്റ് മെഷീനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ചിലപ്പോൾ കാണും. ഭാരത് റൈസും കേരള റൈസും തമ്മിൽ മാറ്റുരയ്ക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. അവിടെ എന്തും സംഭവിക്കാം. അപ്പോൾ പോസ്റ്റ് മെഷീനിലെ റേഞ്ച് കിട്ടാൻ കാത്തിരിക്കുന്ന ഏതാനും ആളുകളുടെ അടുത്തേക്കാണ് നമ്മൾ ഇനി യാത്ര പോകുന്നത്. കാഞ്ഞങ്ങാട് മേലാങ്കോട് ഗ്രാമഫോണിലെ പാട്ടൊക്കെ കേട്ടാണ് ഒരു റേഷൻ കടയുടെ പ്രവർത്തനം. അതിന്റെ കാഴ്ചകളിലേക്കാണ്. ഈ കാസർഗോഡ് ചൂട് നല്ല കൂടുതലാ, പക്ഷെ തെരഞ്ഞെടുപ്പിനൊന്നും ചൂട് പോരല്ലോ. എന്താ സംഭവം? തെരഞ്ഞെടുപ്പ് ഇപ്പോൾ തുടങ്ങിയല്ലോ. ഇത് പാർട്ടികളും പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ഇതായില്ലല്ലോ. റേഷൻ കടയിൽ പോയിട്ടുണ്ടോ? റേഷൻ കട മിഞ്ഞാന്ന് പോയതാ. നിശ്ചന്ത കാരണം തിരിച്ചു പോകേണ്ടി വന്നു വീട്ടിൽ. ഈ പോസ്റ്റ് മെഷീനെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? തീർച്ചയായും ബാധിക്കും. നിരവധി ആൾക്കാരാ റേഷൻ കട വന്ന് തിരിഞ്ഞ് മടങ്ങി പോകുന്ന ആൾക്കാർ. കാഞ്ഞങ്ങാടേ ഒരു റേഷൻ കടയിൽ ഗ്രാമഫോണൊക്കെ വെച്ചിട്ടാണ് പാട്ട് വെച്ചിട്ട് പോസ്റ്റ് മെഷീനിലും തകരാറിനെ പരിഹരിക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കിയാലോ? പോവാലോ. നമ്മൾ ഈ മേലങ്കോട്ട് റേഷൻ കടയിൽ എത്തി, ഒന്ന് പോയി നോക്കട്ടെ. നമ്മൾ ആ ഗ്രാമഫോണിലെ റേഷൻ കടയിൽ എത്തിയിട്ടുണ്ട്. ചേട്ടാ, തിരക്കുണ്ടോ? നെറ്റ്വർക്ക് ഭയങ്കര കംപ്ലൈൻറ്റ്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. തിരക്ക് നമുക്ക് പ്രശ്നമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമല്ലേ. പോസ്റ്റ് മെഷീനെ തെരഞ്ഞെടുപ്പിന് ബാധിക്കുമെന്നാണ് എൻ്റെ ഒരു ചോദ്യം. തീർച്ചയായിട്ടും ബാധിക്കും. പിന്നെ ജനങ്ങൾ തന്നെ 3-4 പ്രാവശ്യം വരുന്നുണ്ട് റേഷൻ കടയിലേക്ക് റേഷൻ വാങ്ങാൻ. അപ്പോൾ അവർ ചോദിക്കുന്നു, ഇത് ഇത്രയും കാലമായിട്ട് പോസ്റ്റ് 5 വർഷമായിട്ടും പോസ്റ്റ് നിങ്ങൾക്ക് നേരാക്കാൻ പറ്റിക്കാൻ ചോദിക്കുന്നുണ്ട്. ഈ മെഷീൻ കംപ്ലൈൻ്റ് ആവുന്നത് ബുദ്ധിമുട്ടാണ്. നമ്മൾ കുറേ നേരമായി വന്നിട്ട് മെഷീൻ കംപ്ലൈൻ്റ് ആവുന്നത് ബുദ്ധിമുട്ട് പറഞ്ഞാൽ നമുക്കിപ്പോൾ സമയത്തിന് ഇപ്പോൾ സാധനങ്ങളെല്ലാം കടയിലെത്താൻ അല്ലേ ആൾക്കാർ വന്നു പോകുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു പ്രശ്നമുണ്ടാവും. ഇപ്പോൾ നമ്മുടെ അടുത്ത് ആവശ്യത്തിനുള്ള കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. അതിപ്പോൾ തീരുന്നവരെ നമുക്ക് കൊടുക്കാൻ പറ്റും.
മാമ ഇതെന്തെന്ന് ചോദിക്കും. അവർ പറയുമ്പോൾ ഇത് പാട്ടുപെട്ടി എന്ന് പറയും. പണ്ടവർ പാട്ടുപെട്ടി എന്ന് പറയും. അപ്പോൾ വരുന്ന തലമുറയ്ക്ക് ഒരു അറിവ് പകരുന്ന രീതിയായി, പഴയ തലമുറയ്ക്ക് ഒരു ഓർമ്മപ്പെടുത്തലായി. ഇത് മടങ്ങി പോകുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇത് 10 മിനിറ്റ് ഇരിക്കാമല്ലോ. അതുകൊണ്ട് നല്ലതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. തെരഞ്ഞെടുപ്പിനെ ബാധിക്കുള്ളൂ. ഇ പോസ് മിഷനിലെ തകരാറ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നാണ് പൊതുജനാഭിപ്രായം. അഭിലാഷ് പള്ളിക്കരയ്ക്കും വിജീഷിനുമൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. നമ്മുടെ റേഷൻ കടകളിൽ മസ്റ്ററിങ്ങിന് വേണ്ടി 3 ദിവസം അടച്ചിട്ടു. അവസാനം മസ്റ്ററിങ് നടന്നില്ല, റേഷനും കിട്ടിയില്ല, ആകെ പാളി. അപ്പോൾ ഇന്ന് ഭക്ഷ്യമന്ത്രി പറഞ്ഞു ഇനിയിപ്പോൾ മസ്റ്ററിങ് മാറ്റിവെക്കാം, റേഷൻ കൊടുക്കാമെന്ന്. അപ്പോൾ തൽക്കാലം റേഷൻ കിട്ടുന്ന അവസ്ഥ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഇ പോസ് മെഷീന്റെ തകരാറ് അപ്പോഴും പറഞ്ഞു സെർവർ പ്രശ്നമാണെന്ന് പറഞ്ഞു. മസ്റ്ററിങ് വന്നു, അപ്പോഴും പറഞ്ഞു സെർവർ പ്രശ്നമാണെന്ന്. എന്തൊരു സെർവറാണത്? കാരണം ഈ സംവിധാനം മൊത്തത്തിൽ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകളും വിരളമല്ല. അവർ ചോദിച്ചു തുടങ്ങി. റേഷൻ കിട്ടുക എന്നുള്ളതാണല്ലോ പ്രധാനം. സെർവർ ആണെങ്കിലും ശരി, മസ്റ്ററിങ് നടന്നാലും ശരി, ഇ പോസ് മെഷീൻ ആണെങ്കിലും ശരി, റേഷൻ കിട്ടണമല്ലോ. അത് നടക്കുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഒരു ഇടവേള അല്ലേ? ഇടവേള കഴിഞ്ഞ് നമ്മൾ വരുന്നത് തമിഴ്നാട്ട് രാഷ്ട്രീയത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം. സോ വെൽക്കം ബാക്ക്. ഇലക്ഷൻ സ്റ്റണ്ട് തുടരുകയാണ്. വിജയകുമാർ, നമ്മുടെ യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ നമ്മുടെ പ്രിയ പ്രേക്ഷകർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ പല സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള പല വാഗ്വാദങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അത് ഏറ്റവും ശ്രദ്ധേയമായിരിക്കും. നമ്മൾ നേരത്തെ ഈ പല ഭാഷകളിൽ വോട്ട് തേടുന്ന ഒരു റിപ്പോർട്ട് നമ്മൾ കൊടുത്തു അല്ലേ? പ്രത്യേകിച്ചും അതിർത്തി ജില്ലകളിലൊക്കെ തന്നെ അത്തരം സംഭവങ്ങളുണ്ട്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അത് ചേറും ചേരാടിയും ചോദിക്കുകയാണ്. അതെ, ചോദ്യം ഇതാണ്: ഇത്തരത്തിൽ മലയാളത്തിൽ ചുരുഴുന്ന സ്ഥലങ്ങൾ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ഉണ്ടോ? വിജയനോടാണ്. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമുക്കൊന്ന് അന്വേഷിച്ച് കളയാം. നമുക്ക് കർണാടക, കേരള അതിർത്തി, മംഗലാപുരം ബെൽറ്റിലൊന്ന് അന്വേഷിക്കാം. തമിഴ്നാട്, ഈ ഇടുക്കി, നമ്മുടെ ഹൈറേഞ്ച് ആ മേഖലയിൽ നമുക്കൊന്ന് അന്വേഷിക്കാം. ഇനി അവിടെ അങ്ങനെ ഒരു കൗതുക കാഴ്ചയുണ്ടെങ്കിൽ ഉറപ്പായും അതും നമ്മൾ ഇലക്ഷൻ സ്റ്റണ്ടിൽ ഉൾപ്പെടുത്തും. തീർച്ചയായിട്ടും. പോരെ. ഇനി വിജയകുമാരൻ, മറ്റൊരു ചന്ദ്രൻ പി ചോദിക്കുകയാണ്, വിജയ ഒന്ന് ഞങ്ങളുടെ വടകരയെ പറ്റി പറയൂ, ഇല്ലെങ്കിൽ പോകുന്ന പറയുന്നത് ഭീഷണിയാണ്. നമ്മൾ ഇന്ന് വടകരയെ പറ്റി പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ വടകരയിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം നമ്മളുടെ പ്രതിനിധി ഉണ്ടായിരുന്നു. അവിടെ ശൈല ടീച്ചറുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. തന്നെയുമല്ല, നമ്മൾ 20 മണ്ഡലങ്ങളിലൂടെയും മണ്ഡല പരിചയം എന്ന സെഗ്മെന്റിൽ കടന്നു വരും. അതിൽ വടകര വരും. ഇന്ന് നമ്മൾ കടന്നു വന്നത് തൃശ്ശൂരായിരുന്നു. അടുത്ത ദിവസം തന്നെ വടകര ഉണ്ടാകും, ഉറപ്പായും വടകര ഉണ്ടാകും. തന്നെയുമല്ല, കേരളത്തിൽ പൊരിഞ്ഞ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണല്ലോ വടകര. അപ്പോൾ വടകര എന്നത് ഈ ഇലക്ഷൻ സ്റ്റണ്ടിന്റെ ആത്മാവിന്റെ ഭാഗമാണല്ലേ? തീർച്ചയായിട്ടും. വടകര വിളവിലെ 60 തെങ്ങിനെ കുറിച്ച് പോലും നമ്മൾ വരും, സ്റ്റോറികൾ വരും. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് എങ്ങോട്ടാണ്? അടുത്തത് നമ്മൾ പോകുന്നത് വെട്ടൊന്ന് കഴിഞ്ഞാൽ പിന്നെ മുറി 2 ആകണം. അതാ നമ്മൾ ആരംഭിക്കുന്നു. വെട്ടൊന്ന്, മുറി 2. യെസ്. വിജയകുമാർ, ഇന്ന് ശ്രീകുമാരൻ തമ്പി, നമ്മുടെ പ്രിയ ഗാനരചയിതാവ്, കവി അല്ലേ, അദ്ദേഹത്തിന്റെ 85ാം പിറന്നാളാണെന്ന്. അദ്ദേഹത്തിന് ആദ്യം ഒരു ആശംസ കൂടി പറയുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ബന്ധുവാര് ശത്രുവാര് എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പി എഴുതിയ ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പോൾ 85 വയസ്സ് തികയുന്ന ദിവസം രാഷ്ട്രീയത്തിൽ ഈ വാക്കുകൾക്ക്, അതായത് ബന്ധുവാര് ശത്രുവാര് എന്ന വാക്കിന് ഏറെ പ്രസക്തിയുണ്ട്. കുറഞ്ഞത് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും മുന്നണി സമവാക്യം നോക്കിയാൽ തന്നെ അത് മനസ്സിലാവുകയും ചെയ്യും. ഈ പറഞ്ഞ ശത്രുക്കൾ അവിടെ അങ്ങനെയല്ല. അരങ്ങത്ത് ശത്രുക്കൾ, തമിഴ് അണിയറയിൽ ബന്ധുക്കൾ. ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ സ്ഥിതി നോക്കിയാൽ ത്രികോണ മത്സരത്തിനാണ് സാധ്യത. പക്ഷേ അത്ര കടുത്ത മത്സരമാവാൻ സാധ്യതയില്ലെന്നാണ് നിരീക്ഷണത്തിൽ തെളിയുന്നത്. മുന്നണി സംവിധാനം ഒരുക്കുന്നതിൽ MK സ്റ്റാലിൻ 1ഓ 2ഓ പടി മുകളിൽ തന്നെയാണ് ഇപ്പോഴും. കേരളത്തിലാകട്ടെ കടുത്ത പോരാട്ടം LDF UDF മുന്നണികൾ തമ്മിലാണ്. ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ 1ഓ 2ഓ മാത്രം. അതായത് CPIM CPI ഉൾപ്പെടുന്ന ഇടതുമുന്നണിയും കോൺഗ്രസ് മുസ്ലിം ലീഗ് പാർട്ടികൾ നയിക്കുന്ന ഐക്യമുന്നണിയും വാക്കിലും നോക്കിലും പോരാട്ടം മുറുക്കിക്കഴിഞ്ഞു. പക്ഷേ ഇപ്പുറത്തെ രാഷ്ട്രീയ വൈരമൊന്നും വാളയാർ കഴിഞ്ഞാൽ ഇക്കൂട്ടർക്കില്ല. എല്ലാവരും നല്ല കുഞ്ഞാടുകളായി അവരവരുടെ കൊടികളുമായി DMKയുടെ ഉദയസൂര്യ പതാകയ്ക്ക് കീഴിൽ അണിനിരക്കും. ദേശീയതലത്തിൽ രൂപീകരിച്ച ഇന്ത്യ മുന്നണി എന്നാൽ എന്താണെന്നറിയാൻ അയൽപ്പക്കത്തേക്ക് എത്തി നോക്കിയാൽ മതി. CPIM CPI കോൺഗ്രസ് മുസ്ലിം ലീഗ് ഇങ്ങനെ നമുക്ക് കേട്ടുപരിചയമുള്ള പാർട്ടികളൊക്കെ തമിഴ്നാട്ടിൽ ഒന്നിച്ചൊരു മുന്നണിയിൽ ഒറ്റക്കെട്ടായി രാഷ്ട്രീയ ശത്രുക്കളെ നേരിടും. DMK വൈക്കോയുടെ MDMK, കമലഹാസന്റെ മക്കൾ നീതിമയ്യം, തൊൽ തിരുമാവളവൻ നയിക്കുന്ന വിടുതലൈ സിறுத்தைகள் കക്ഷി, ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക്, കൊങ്കുനാട് മക്കൾ ദേശീയ കക്ഷി, MH ജവഹറുള്ള നേതാവായ മനിതനെയെ മക്കൾ കക്ഷി,
ടി വേൽമുരുകന്റെ തമിഴക വാഴുരുമൈ കച്ചി തുടങ്ങി ചെറുതും വലുതുമായ പാർട്ടികളുടെ ഒരു വലിയ മുന്നണിയിലാണ് കേരളത്തിലെ ശത്രുക്കൾ ബന്ധുക്കളാകുന്നത്. DMK നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിന് മുഖ്യ എതിരാളികൾ എടപ്പാടി പളനിസ്വാമിയുടെ AIADMK തന്നെ. ഇപ്പോൾ മൂന്നാമതുള്ള NDA സഖ്യത്തിൽ BJPക്കൊപ്പമുള്ളത് TTV ദിനകരനും O പനീർസെൽവവും മാത്രമാണ്. BJP എടപ്പാടി പക്ഷത്തെ കൂടെ ചേർത്താൽ ഒരുപക്ഷെ കളി മാറും. ന്യൂസ് ഡെസ്ക് 24. അപ്പോ തമിഴ്നാട്ടിലെ സ്ഥിതി അങ്ങനെയാണല്ലേ? ഈ അരസ്യൽ ഗലാട്ടക്കാരൻ നമ്മുടെ വി അരവിന്ദ് അല്ലേ, നമ്മളുടെ ന്യൂസ് ഡെസ്കിലെ വി അരവിന്ദാണ് തമിഴ്നാട് സ്കാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തമിഴ്നാട് അവലോകനങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാവും ഇനിയുള്ള ദിവസങ്ങളിലും. അതെ 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 പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ സമയത്ത് അവിടെയുള്ള കഥകൾ, നേരത്തെ പറഞ്ഞ നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് അണിയറ കഥകളുണ്ട് തമിഴ് രാഷ്ട്രീയത്തിൽ. തന്നെയല്ല, തമിഴ്നാട് ഇത്തവണ വളരെ ക്രൂഷ്യലാണ്. പിന്നെ 38 ലോക്സഭാ സീറ്റിൽ കഴിഞ്ഞ തവണ 37 DMK മുന്നണിക്കായിരുന്നു. AIADMK മുന്നണിക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു. അവസാനമായപ്പോൾ ആ തേനിയിലെ AIADMK സ്ഥാനാർത്ഥിയുടെ റിസൾട്ട് സുപ്രീം കോടതി, മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു. മാത്രമല്ല BJP വലിയ പ്രതീക്ഷ വെക്കുന്നു. പക്ഷേ ഒരു വേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി പക്ഷേ മത്സരിക്കും തമിഴ്നാട്ടിൽ എന്നൊക്കെയുള്ള വാർത്തകളും വന്ന് അത് ഇതുവരെ ഇല്ലാതായിട്ടില്ല. ആ വാർത്തകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഒരു സീറ്റിൽ പോലും BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, സ്റ്റണ്ട് മാസ്റ്റർ SKN എവിടെയെന്ന്. SKN ഇന്ന് മറ്റു ചില തിരക്കുകളിലായി മറ്റു ചില സ്റ്റണ്ടിൽ കുടുങ്ങി കിടക്കുകയാണ്. നാളെ രാവിലെ എത്തും, വൈകിട്ടും കാണാം. സ്റ്റണ്ട് കൂടാൻ നാളെ വൈകുന്നേരം. അപ്പോൾ ഒരു ഇടവേള കൂടി അല്ലേ? ഒരു ചെറിയ ഇടവേളയുണ്ട്. അത് കഴിഞ്ഞാൽ മറ്റു വിശേഷങ്ങളിലേക്ക് തിരികെ എത്തും. കവലപ്രസംഗമാണ് ഇടവേള കഴിഞ്ഞ്. കവലപ്രസംഗം 24ന്റെ പ്രത്യേക ഇലക്ഷൻ ഷോ ഇലക്ഷൻ സ്റ്റണ്ട് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് വിജയകുമാർ യൂട്യൂബിൽ ഒരുപാട് കമന്റ്സുകൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം, ഇലക്ഷൻ പ്രഖ്യാപനം വന്നു, തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഈ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നോ എന്ന് കുറെ പേർ ചോദിക്കുന്നുണ്ട്. അത് എന്താണെന്ന് ചോദിക്കുന്നു. അപ്പം അത് നിലവിൽ വന്നോ? പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അതിന്റെ സമയക്രമം പ്രഖ്യാപിക്കുന്നതോടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. വിജ്ഞാപനം വരാൻ കാത്തു നിൽക്കേണ്ട, അതിനു മുമ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറെ തീരുമാനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എടുത്തത്. പെട്രോൾ ഡീസൽ വില കുറച്ചു. ഇന്ന് സംസ്ഥാന സർക്കാർ 2 തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഒന്ന്, റബ്ബറിന്റെ താങ്ങുവില ഉയർത്തിക്കൊണ്ടുള്ള ബജറ്റ് പ്രഖ്യാപനം ഒരു ഉത്തരവായി ഇറങ്ങിയിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ലീവ് സറണ്ടറുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഈ പെരുമാറ്റച്ചട്ടം ബാധകമാകുന്നതിന് മുൻപ് തന്നെ ഉത്തരവ് ഇറങ്ങുന്നതാണ്. ഇനിയിപ്പോൾ സർക്കാരിന് അത്തരം കാര്യങ്ങൾ അനുമതിയോടെ ഇറക്കാം. നേരത്തെ പ്രഖ്യാപിച്ച കാര്യങ്ങൾ പ്രത്യേക അനുമതിയോടെ അതിന്റെ തുടർ നടപടിയിലേക്ക് പോകാം. അപ്പോൾ ഈ പെരുമാറ്റച്ചട്ടം ബാധകമാണ് അത്തരം കാര്യങ്ങളിൽ. സർക്കാരുകൾക്ക്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കൊക്കെയാണ് അത് ബാധകമാവുക. നമ്മളെപ്പോലെ പാവങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ മൂടുപോവാം അല്ലേ? അപ്പോൾ ഇനി ഒരു ഇലക്ഷൻ കാലഘട്ടം വരുമ്പോൾ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. അതിലേക്കാണ് ഇനി. അതായത് വോട്ടെടുപ്പ് കാലത്ത് കവലയിൽ പോയി നിൽക്കുന്നവരെ മാത്രം ആരും വായി നോട്ടക്കാർ എന്ന് വിളിക്കാറില്ല. പോയില്ലെങ്കിലാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ പോകുന്നു കവലപ്രസംഗത്തിലേക്ക്. ഇന്നത്തെ കവലപ്രസംഗത്തിൽ പത്മജ വേണുഗോപാലാണ് താരം. കാസർകോട്ടെ BJP തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും പിതാവ് K കരുണാകരനെ ഓർത്തെടുത്തും പത്മജ വേണുഗോപാൽ അങ്ങനെ കത്തിക്കയറുകയാണ്. എന്തുകൊണ്ട് BJP? അതിനൊറ്റ ഉത്തരേ ഉള്ളൂ, മോദിജി. കാരണം എനിക്ക് ഒരു പാർട്ടി നന്നാവണമെങ്കിൽ നല്ലൊരു ലീഡർഷിപ്പ് വേണം. പണ്ട് കോൺഗ്രസിലാണെങ്കിൽ ശ്രീ K കരുണാകരനെ പോലെയുള്ള അല്ലെങ്കിൽ AK അന്നിനെ പോലെയുള്ള നേതാക്കളൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ K കരുണാകരനൊക്കെ ഈ പാർട്ടിയിൽ നിന്ന്, അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് പോയി. എൻ്റെ അച്ഛൻ വരെ ഈ പാർട്ടി വിട്ടു പോയി. അപ്പോൾ എത്ര കുത്ത് സഹിച്ചിട്ടാണ് പോണതെന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, എൻ്റെ അച്ഛൻ എന്നെ അവിടെ ഇരുന്ന് അനുഗ്രഹിക്കുന്നുണ്ടാവും. എൻ്റെ മോളെ നീ ഇനിയെങ്കിലും രക്ഷപ്പെടും. അതുകൊണ്ട് അച്ഛൻ്റെ പേര് പറഞ്ഞ് ആരും എന്നോട് വർത്തമാനം പറയാൻ വരണ്ട. ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ വരാത്തവർ, അദ്ദേഹത്തെ നോക്കാത്തവർ, ഇവരൊക്കെയാണ് ഇപ്പോൾ. ഞാൻ പിന്നെ പേര് പറഞ്ഞ, പണ്ടേ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയത്തിൽ ഒരിക്കലും എതിരാളികളുടെ പേര് പറയുകയോ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പറയുകയോ ചെയ്യരുതെന്ന്. അത് ഞാൻ ഇതുവരെ പാലിച്ചുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ വേറെ പാർട്ടിയിൽ പോയിട്ട് 3 പാർട്ടിയുടെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നവർ എന്നെ കുറ്റം പറയണ്ട. ഞാൻ അന്നും ഇന്നും ഒരു പാർട്ടിയിൽ നിന്നിട്ട് ആകെ ഞാൻ മാറിയത് ഈ പാർട്ടിയിലേക്ക് മാത്രമേ ഉള്ളൂ. അത് മരണം വരെ ഞാൻ അതിൽ നിൽക്കുകയും ചെയ്യും. മരിക്കുന്ന സമയത്തെങ്കിലും അന്തസ്സായിട്ട് മരിക്കണം എന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയിൽ അവസാനം വരെ ഞാനുണ്ടാവും. മോദിജിയിൽ ഞാൻ കണ്ട പ്രത്യേകത, അദ്ദേഹത്തിന് കുടുംബം എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്.
ഇവിടെ ഉള്ളവരെല്ലാം അദ്ദേഹത്തിൻ്റെ സഹോദരി സഹോദരന്മാർ, ഇവിടെ കാണുന്ന കുഞ്ഞുങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾ. വേറൊരു ഇതില്ല, അദ്ദേഹം 4-5 മണിക്കൂർ ഉറങ്ങുന്ന ആളാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ കണ്ട് വളർന്നതും അതാണ്. വികസനം ഏറ്റവും നടത്തിയ ഒരാളുടെ മകളാണ് ഞാൻ കേരളത്തിൽ. ഒന്നിനെയും പേടിയില്ലാതെ പറയുമ്പോൾ കുടുംബം ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് പേടിയുണ്ടായിരുന്നില്ല. ഞങ്ങളെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് രക്തത്തിൽ എഴുതിയ കത്തുകളൊക്കെ പണ്ട് വരും വീട്ടിൽ. അതൊക്കെ നോക്കാണ്ടും സ്വന്തം രാജ്യത്ത് നല്ലതാണോ അത് അദ്ദേഹം പറയും. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, കാരണം അത് പല കോൺഗ്രസ്സുകാരും കേട്ടിട്ടുണ്ടാവില്ല, സ്വന്തം മകൻ പോലും കേട്ടിട്ടുണ്ടാവില്ല, കാരണം ഞാനാ കൂടി ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഉണ്ടാക്കിയൊരു പാർട്ടിയാണ്, അത് പിരിച്ചുവിടേണ്ട സമയമായി. ഇനി രാജ്യ നന്മയ്ക്ക് വേറെ പാർട്ടി വരണം എന്ന് അച്ഛൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അന്ന് എനിക്ക് എന്താ അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലായില്ല. അപ്പം ഇങ്ങനെ ഒരു മുൻകൂട്ടി ഒരു അദ്ദേഹം കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം ദീർഘവീക്ഷണമുള്ള ഒരു നേതാവായെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പിന്നെ പൊതുവെ എല്ലാ ജാതി മതങ്ങളോടും എല്ലാ പാർട്ടികളിലും ബന്ധങ്ങളുണ്ടായിരുന്നു. അച്ഛനെ ഏറ്റവും അടുത്ത ആളെന്ന് പറയുന്നത് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്ത് മാർക്സിസ്റ്റ് പാർട്ടിയിലാണെങ്കിലും ഭക്ഷണം കഴിക്കാൻ പലരും എൻ്റെ വീട്ടിൽ വരാറുണ്ട്, ഡൽഹിയിൽ. അങ്ങനെ ബന്ധങ്ങൾ കുറേ ഉള്ള ആളായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇപ്പം ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞൊരു 3 കൊല്ലത്തെ വളർച്ച എടുത്ത് നോക്കിയാൽ വല്ലാത്ത വളർച്ചയാണ് കേരളത്തിൽ. അതാരും ശ്രദ്ധിച്ചിട്ടില്ല. കാരണം നമുക്ക് വോട്ടിംഗ് പാറ്റേൺ എടുത്താൽ നമുക്കറിയാൻ പറ്റും. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഇപ്രാവശ്യം എത്ര സീറ്റ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പ് പറയില്ല, പക്ഷെ കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നിരിക്കും. ബാക്കിയുള്ളവർ അക്കൗണ്ട് തുറന്ന മാതിരിയല്ല, പിന്നെ എങ്ങോട്ടേക്ക് പോകണമെന്ന് അറിയുന്ന നേതൃത്വമുണ്ട്. എപ്പോഴും ഒരു നേതാവ് നല്ലതാണ്, നമുക്ക് ശക്തന. കോൺഗ്രസ്സിൽ ഇപ്പോൾ ഇല്ലാണ്ടായതും അതാണ്. എനിക്ക് പ്രസ്ഥാനത്തിനോട് ദേഷ്യം വന്നിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ഒരു കഴിവും ഇല്ലാണ്ട് ഈ സോഷ്യൽ മീഡിയയ്ക്ക് കൂടി മണിയടിച്ചിട്ടും വരുന്ന കുറേ നേതാക്കളുണ്ട്, കുട്ടി നേതാക്കൾ. അവർക്ക് ചരിത്രം പോലും അറിയില്ല, പക്ഷെ സോഷ്യൽ മീഡിയയ്ക്ക് പൈസ കൊടുത്ത് കാസർഗോഡ് BJPയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ എനിക്ക് വന്ന് പത്മജ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു അല്ലേ? പറഞ്ഞതുപോലെ കാര്യങ്ങൾ തുറന്നു പറയുന്നു. അതെ. അപ്പോൾ നമ്മളുടെ ഇലക്ഷൻ സ്റ്റണ്ട് ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായി. അപ്പോൾ നാളെ നമ്മൾ വീണ്ടും അവസാനിക്കുന്നില്ല, നാളെ വീണ്ടും ഉണ്ട് കൂടുതൽ ഗോദയിലെ കാഴ്ചകളുമായി. അപ്പോൾ ഇനി എൻകൗണ്ടറിന്റെ സമയമാണ്. KR ഗോപികൃഷ്ണൻ ചേരും. ഗുഡ് നൈറ്റ്.